നമസ്കാരം. നമുക്കിന്ന് പണത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയല്ല. പണത്തെക്കുറിച്ച് നമ്മളെല്ലാം വിശ്വസിക്കുന്നതിലും വളരെ വ്യത്യസ്തമായ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത്, സമ്പത്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പിന്നെ രണ്ടാമത്തേത്, ആ സമ്പത്ത് കൊണ്ട് നമുക്ക് ശരിക്കും എന്താണ് ആവശ്യം? നമുക്ക് ഈ വിഷയം തുടങ്ങാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപകനായ വോറൻ ബഫറ്റിന്റെ തന്നെ ഒരു വാചകത്തിൽ നിന്നാണ്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യം പോലെ തോന്നാം, അല്ലേ? പക്ഷേ സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെയെല്ലാം ധാരണകളെ തകിടം മറിക്കാൻ ശക്തിയുള്ള ഒരു വെളിപ്പെടുത്തലാണ് സത്യത്തിലിത്. നമ്മളിൽ പലരും വിശ്വസിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, സമ്പത്തുണ്ടാക്കണമെങ്കിൽ നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശരിയായിരിക്കണം, ഒന്നുപോലും പിഴയ്ക്കരുത്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലെ എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ മാത്രം എടുക്കുന്നവർക്കാണ് വലിയ വിജയം നേടാൻ കഴിയുക എന്ന് നമ്മൾ കരുതും. പക്ഷേ യഥാർത്ഥ ലോകത്ത്, പ്രത്യേകിച്ച് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ, സംഭവം നേരെ തിരിച്ചാണ്. നിങ്ങൾക്ക് ഒരുപാട് തവണ തെറ്റുകൾ പറ്റാം, എന്നിട്ടും അവസാനം വലിയ വിജയം നേടാനും സാധിക്കും. കാരണം എന്താണെന്നോ, അവിശ്വസനീയമായ വിജയങ്ങൾ വരുന്നത് നൂറുകണക്കിന് ചെറിയ ശരികളിൽ നിന്നല്ല, മറിച്ച് വിരലിലെണ്ണാവുന്ന ഒന്നോ രണ്ടോ അതിഗംഭീരമായ ശരികളിൽ നിന്നാണ്. ഇതാണ് നമ്മളെ ലോങ് ടെയിൽസ് എന്നൊരു ആശയത്തിലേക്ക് എത്തിക്കുന്നത്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ ജീവിതത്തിലായാലും നിക്ഷേപത്തിലായാലും ഭൂരിഭാഗം വലിയ ഫലങ്ങളും വരുന്നത് വളരെ കുറച്ച് സംഭവങ്ങളിൽ നിന്നായിരിക്കും. അതായത്, ഒരുപാട് ചെറിയ വിജയങ്ങൾ നേടുന്നതിനേക്കാൾ പ്രധാനം എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്നോ രണ്ടോ വലിയ വിജയങ്ങളാണ്. ഒരു ഉദാഹരണം നോക്കാം. ഹെയ്ൻസ് ബെർഗ്രൂൺ എന്നൊരു പ്രശസ്തനായ ആർട്ട് ഡീലർ ഉണ്ടായിരുന്നു. അദ്ദേഹം നൂറുകണക്കിന് ചിത്രങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഒരുപക്ഷെ വിലയില്ലാത്തവയായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു: ആ വലിയ കൂട്ടത്തിൽ ഒരൊറ്റ പിക്കാസോയുടെ ചിത്രം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ ആ ഒരൊറ്റ വിജയം മതി മറ്റെല്ലാ നഷ്ടങ്ങളെ നികത്തി വലിയ ലാഭം നേടാൻ. ഇതുപോലൊരു കഥയാണ് വാൾട്ട് ഡിസ്നിയുടേതും. ഏകദേശം 400 കാർട്ടൂണുകൾ ഉണ്ടാക്കി മിക്കതും സാമ്പത്തികമായി പരാജയപ്പെട്ടു, സ്റ്റുഡിയോ വലിയ കടത്തിലായി. പക്ഷേ പിന്നീട് വന്ന 83 മിനിറ്റ് മാത്രമുള്ള സ്നോ വൈറ്റ് എന്ന ഒരൊറ്റ സിനിമ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ആ ഒരൊറ്റ വിജയം മതിയായിരുന്നു നൂറുകണക്കിന് മണിക്കൂറുകളുടെ പരാജയങ്ങളെ ഒറ്റയടിക്കില്ലാതാക്കാൻ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലെ ചില കണക്കുകൾ നോക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. 1980 മുതൽ 2016 വരെയുള്ള കാലയളവിൽ റസ്സൽ 3000 എന്ന ഇൻഡെക്സിലെ മുഴുവൻ നേട്ടവും വന്നത് അതിലുണ്ടായിരുന്ന വെറും 7% കമ്പനികളിൽ നിന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഏകദേശം പകുതിയോളം കമ്പനികൾ തകർന്നടിഞ്ഞുപോയി. എന്നിട്ടും ആ ഇൻഡെക്സ് മൊത്തത്തിൽ ലാഭമുണ്ടാക്കി. കാരണം ആ 7% ഭീമന്മാർ മറ്റെല്ലാ നഷ്ടങ്ങളെയും മറികടന്നു. ഇനി ഇതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ കാണണോ? അത് വെഞ്ചർ ക്യാപിറ്റൽ എന്ന ലോകത്താണ്. പുതിയ സ്റ്റാർട്ടപ്പുകളിൽ പണം മുടക്കുന്ന പരിപാടിയാണിത്. അവിടെ 65% നിക്ഷേപങ്ങളും പരാജയപ്പെടും. പക്ഷേ വെറും 0.5% നിക്ഷേപങ്ങൾ 50-100 മടങ്ങ് ലാഭം നേടും. ആ ഒറ്റ വിജയം മതി ആ ഇൻഡസ്ട്രി മുഴുവൻ ലാഭത്തിലാകാൻ. അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം എന്താണ്? നമ്മൾ നമ്മുടെ പരാജയങ്ങളെ ഒരുപാട് ക്രൂരമായി വിലയിരുത്തുന്നുണ്ട്. ഒരു വലിയ വിജയത്തിലേക്കുള്ള യാത്രയിൽ പരാജയങ്ങൾ വളരെ സാധാരണമാണ്. അത് വിജയത്തിന്റെ എതിർപദമല്ല, മറിച്ച് ആ വലിയ വിജയത്തിലേക്കുള്ള ടിക്കറ്റിന്റെ വില മാത്രമാണത്. ശരി, അപ്പോൾ സമ്പത്തുണ്ടാക്കുന്നത് ഒരുപാട് പരാജയങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ചില വലിയ വിജയങ്ങളിലൂടെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇത് നമ്മളെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്? എന്താണിതിലെ യഥാർത്ഥ സമ്മാനം? നമ്മളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഉത്തരം ആഡംബരം എന്നായിരിക്കും. വലിയ വീടുകൾ, വേഗതയേറിയ കാറുകൾ, വില കൂടിയ വസ്തുക്കൾ, ഇതൊക്കെ വാങ്ങാനാണ് പണം വേണ്ടതെന്നാണ് നമ്മുടെയെല്ലാം പൊതുവായ ധാരണ. പക്ഷേ ശരിക്കും അതാണോ കാര്യം? വർഷങ്ങളുടെ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മറ്റൊന്നാണ്. മനുഷ്യന്റെ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ അളവുകോൽ നമ്മുടെ കയ്യിലുള്ള പണമോ വീടിന്റെ വലുപ്പമോ അല്ല. അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട മറ്റെന്തോ ഒന്നുണ്ട്. പണം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഡിവിഡൻഡ് ആഡംബരമല്ല, മറിച്ച് സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ, ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ളത്ര കാലം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതാണ് പണം തരുന്ന ഏറ്റവും വലിയ, ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. ഈ പുസ്തകത്തിന്റെ രചയിതാവിന് തന്നെ അങ്ങനെയൊരു അനുഭവമുണ്ടായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഓരോ നിമിഷവും ബോസിന്റെ കൺട്രോളിലായിരുന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹം ആ ജോലി വെറുത്തു.
സൈക്കോളജിസ്റ്റുകൾ ഈ അവസ്ഥയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്: റിയാക്റ്റൻസ്. അതായത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റാതെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ഒരു ദേഷ്യവും എതിർപ്പുമില്ലേ, അതാണത്. അതുകൊണ്ടുതന്നെ പണത്തെ പണമായിട്ടല്ല, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളായിട്ട് കാണണം. കയ്യിൽ കുറച്ചു പണമുണ്ടെങ്കിൽ അസുഖം വന്നാൽ ശമ്പളം പോകുമല്ലോ എന്ന് പേടിക്കാതെ ലീവെടുക്കാം. കുറച്ചുകൂടി പണമുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി രാജിവെച്ച് നല്ലൊരെണ്ണം കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ പറ്റും. ഇനി യഥാർത്ഥ സമ്പത്തുണ്ടെങ്കിലോ, നിങ്ങൾക്ക് എപ്പോൾ വിരമിക്കണമെന്ന് പോലും സ്വയം തീരുമാനിക്കാം. സ്വന്തം സമയത്തിന്മേലുള്ള ഈ നിയന്ത്രണം ഇന്നത്തെ കാലത്ത് മുമ്പത്തേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്. കാരണം പണ്ടത്തെ പോലെ ഫാക്ടറിയിൽ നിന്നിറങ്ങുമ്പോൾ ജോലി തീരുന്ന ഒരു കാലമല്ല ഇത്. ഇന്ന് നമ്മുടെ ജോലി നമ്മുടെ തലച്ചോറിലും കയ്യിലിരിക്കുന്ന ഫോണിലുമാണ്. അതിനർത്ഥം നമ്മൾ 24 മണിക്കൂറും ജോലിസ്ഥലത്താണ് എന്നത് തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? നമുക്ക് നോക്കാം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവസമ്പത്തുള്ള ആളുകൾക്ക്, അതായത് പ്രായമായവർക്ക്, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന്. 1000-ലധികം പ്രായമായ അമേരിക്കക്കാരോട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചു. കിട്ടിയ ഉത്തരം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അവരിൽ ഒരൊറ്റയാള് പോലും പറഞ്ഞില്ല, ഒരുപാട് പണമുണ്ടാക്കി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങുന്നതാണ് ജീവിതത്തിലെ സന്തോഷമെന്ന്. പകരം അവരെല്ലാം ഏറ്റവും കൂടുതൽ വിലമതിച്ചത് നല്ല സൗഹൃദങ്ങളെയും സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെയും പിന്നെ യാതൊരു തിരക്കുമില്ലാതെ മക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെയുമായിരുന്നു. ഇതൊന്നും പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, അല്ലേ? പക്ഷേ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ കാര്യം വേണം: നമ്മുടെ സമയത്തിന്മേൽ നമുക്ക് തന്നെ പൂർണ്ണ നിയന്ത്രണം. അപ്പോ നമ്മളിന്ന് സംസാരിച്ച 2 വലിയ കാര്യങ്ങളും ഇവിടെ ഒന്നിക്കുകയാണ്. നമ്മൾ എന്തിനാണ് പരാജയങ്ങൾ നിറഞ്ഞ ടെയിൽസ് എന്ന ബുദ്ധിമുട്ടേറിയ ഗെയിം കളിക്കുന്നത്? ആഡംബര വസ്തുക്കൾ വാങ്ങാനല്ല, മറിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ സ്വാതന്ത്ര്യം എന്ന സ്വയംഭരണം നേടാനാണ്. ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നിർത്താം. നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വാങ്ങാൻ പോകുന്ന സ്വാതന്ത്ര്യം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.